കോടതിയുടെ ഈ നിരീക്ഷണത്തെ വളരെ പോസിറ്റീവായി തന്നെ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ജനാധിപത്യപരമായ പ്രക്രിയയിൽ എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ട് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു അവസരമാണ്. അതിനെ വളരെ ഭയാശങ്കയോടുകൂടി അല്ലെങ്കിൽ ഏത് വിധേയനെയും തങ്ങളുടെ എതിരാളികൾ മത്സരത്തിൽ പങ്കെടുക്കരുത് എന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ CPM കാലാകാലങ്ങളായി ചെയ്തു വരുന്നുണ്ട്. വൈഷ്ണയെ സംബന്ധിച്ചിടത്തോളം വൈഷ്ണ കേശുവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്, തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ സ്വീകാര്യത കിട്ടിയ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. കാരണം 24 വയസ്സ് പ്രായത്തിൽ അദ്ദേഹത്തിന്റെ പഠനവും ജോലിയും അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന, ബാക്കിയുള്ള യുവതലമുറയിൽപ്പെട്ട എല്ലാവർക്കും മാതൃകയാക്കാവുന്ന തരത്തിലേക്ക് ഉയർന്നു വന്നിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതിനെ വലിയ രീതിയിലേക്ക് ഭയത്തോടു കൂടിയിട്ടാണ് CPM നോക്കിക്കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് CPM ഈ വിഷയത്തിൽ വൈഷ്ണയുടെ പേര് വെട്ടുന്നതുൾപ്പെടെ ഉള്ള തലങ്ങളിലേക്കുള്ള ഇടപെടലുകളെല്ലാം നടത്തിയത്. കോടതിയുടെ നിരീക്ഷണത്തെ വളരെ പോസിറ്റീവായി ഞങ്ങൾ അതിനെ സ്വീകരിക്കുകയാണ്. എല്ലാ വിധത്തിലുമുള്ള പിന്തുണ തുടക്കം മുതൽ വൈഷ്ണയ്ക്ക് പാർട്ടിയും മുന്നണിയും എല്ലാം നൽകി വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളത്, ഈ 40 വർഷക്കാലമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതുപക്ഷം തങ്ങളുടെ വികസന നേട്ടങ്ങൾ ഒന്നും ഉയർത്തി കാണിക്കാൻ അവർക്കില്ല. അതുകൊണ്ടാണ് അവർ വികസനത്തെ പറ്റി ഒരു അക്ഷരം മിണ്ടാൻ അവർക്ക് സാധിക്കുന്നില്ലല്ലോ. സിറ്റിംഗ് മേയർ ആയിട്ടുള്ള ഒരാളെ പോലും അവിടെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് തിരിച്ചടിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ആര്യ രാജേന്ദ്രനെ ഉൾപ്പെടെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാതെ അവർ മുന്നോട്ട് പോയത്. അപ്പോൾ വികസനം സംസാരിക്കാൻ അവർക്കില്ല, അവർക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനില്ല. മറിച്ച് വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുക എന്ന പരമ്പരാഗതമായിട്ടുള്ള CPM ശൈലി തന്നെയാണ് ഇവിടെ അനുവർത്തിച്ചു പോന്നിരിക്കുന്നത്. അതിലുള്ള വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം വലിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് കോർപ്പറേഷൻ ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും നമുക്കതൊരു വലിയ പോസിറ്റീവ് വൈബ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ കോടതിയുടെ നിരീക്ഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ കളക്ടറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പെരുമാറ്റം അത് വളരെ വേദനാജനകം തന്നെയാണ്. വൈഷ്ണയെ അവിടെ മണിക്കൂറുകളോളം ഇരുത്തി മുഷിപ്പിക്കുന്നു. ഇപ്പോഴിതാ ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് അടക്കം പറയുന്നുണ്ട് കളക്ടറിന് 20-നകം തന്നെ കളക്ടർ തീരുമാനമെടുക്കണം എന്നുള്ളൊരു കാര്യം. ഏതായാലും കളക്ടർ സ്വീകരിച്ചൊരു നിലപാട് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കളക്ടറിനെ ബന്ധപ്പെടാനൊക്കെ ശ്രമിക്കുമ്പോൾ പറയുന്നത് അദ്ദേഹം തിരക്കിലാണ് എന്നുള്ളൊരു കാര്യമാണ്. ഒരു സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ ഇത്രയും മാധ്യമ ശ്രദ്ധയൊക്കെ നേടിയ വലിയ രീതിയിൽ വിവാദമായ ഒരു പ്രശ്നമാണ്. അവിടെ പോലും കളക്ടർ എടുത്തിരുന്ന ആ ഒരു മനോഭാവം അല്ല, സ്വാഭാവികമായിട്ടും കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളല്ലേ നടത്തേണ്ടത്. അല്ലാണ്ട് ഭരണപക്ഷ അനുകൂല പാർട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടല്ലല്ലോ ഒരിക്കലും സ്വീകരിക്കേണ്ടത്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ല, ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്, കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. അദ്ദേഹത്തിന്റെ പഠനവും ജോലിയും രാഷ്ട്രീയവും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് അതിനൊന്നിനും കുറവ് വരുത്താതെ അതോടൊപ്പം കുടുംബത്തിലെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം സജീവമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാം നമ്മൾ സൊസൈറ്റി അംഗീകരിക്കേണ്ട, പുതുതലമുറയിലെ ആളുകൾ രാഷ്ട്രീയത്തോട് താല്പര്യത്തോടു കൂടി കടന്നു വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ നിലപാടുമായിട്ട് CPM മുന്നോട്ട് പോകുമ്പോൾ അതിനെ കുട പിടിക്കുന്ന തരത്തിലേക്ക് കളക്ടർ പോയാൽ അത് ശരിയല്ല എന്നൊരു നിലപാടാണ് കേസിന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.